അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനപ്പെട്ട ഈ മണ്ഡലം ക്യാമ്പയിനിൻ്റെ ആദരണീയ അധ്യക്ഷ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിത്വം, നമ്മുടെ MGMൻ്റെ സംസ്ഥാന ട്രഷററും ദുബായ് MGM UAE MGMൻ്റെ ചെയർമാനും കൂടിയായിട്ടുള്ള പ്രിയങ്കരിയായ റാബിയ മുഹമ്മദ്, നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ ഹൃദയം തൊട്ടുണർത്തി നമ്മോട് സംവദിച്ച നമ്മുടെ MGMൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആദരണീയ വ്യക്തിത്വം സുഹറ മമ്പാട്, ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ സഹോദരിമാരെ, MGMൻ്റെ സഹപ്രവർത്തകരായ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാവർത്തനത്തിൽ വരുത്തി ഏറ്റവും നല്ല ജീവിതം ജീവിച്ച് രണ്ട് ലോകത്തും വിജയികളാകാൻ നാഥൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, MGM സംസ്ഥാന സമിതി 2025 ജനുവരി മാസം മുതൽ മെയ് മാസം വരെ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന വലിയ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശാഖകളിലും മണ്ഡലങ്ങളിലും റമദാനിന് ശേഷം ഏപ്രിൽ മാസം ജില്ലകളിലും മെയ് മാസം സംസ്ഥാനം അതിൻ്റെ ഒരു വിപുലമായ സമാപന സമ്മേളനമായിക്കൊണ്ട് വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന ഒരു ക്യാമ്പയിൻ, പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മണ്ഡലം ക്യാമ്പയിനിലാണ് പ്രിയമുള്ളവരെ നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടലുകളൊക്കെ ഏറ്റവും നല്ല അനുഗ്രഹീതമായ ഒരു സദസ്സായി പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ നാഥൻ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കുന്ന സദസ്സ് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സദസ്സാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന സദസ്സാണ്. ആ അനുഗ്രഹീതമായ സദസ്സിനെയൊക്കെ ഇന്ന് അള്ളാഹുവിന്റെ ശാപകോപം വർഷിക്കുന്ന രൂപത്തില്, അത് നമ്മൾ പറയാൻ തുടങ്ങിയാൽ മഞ്ഞക്കല്യാണം മുതൽ അങ്ങോട്ട്, ഈ അടുത്ത് 2-3 ദിവസം മുമ്പ് എന്നോട് ഒരാൾ പറയാണ്, ടീച്ചറെ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറഞ്ഞൊരു പനി നമ്മൾ കേട്ടിട്ടുണ്ട്, തക്കാളിപ്പനി ചുവന്നു തുടുത്തിട്ട് തക്കാളിപ്പനി കേട്ടിട്ടുണ്ട്, ഇതെന്നിപ്പോ ഒരു മഞ്ഞപ്പനി വന്നേന്ന്. ഞാൻ പറഞ്ഞത് ചോപ്പ്, മഞ്ഞ, വയലറ്റ്, ബ്ലാക്ക്, വൈറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടല്ല കല്യാണം കഴിക്കുന്നേ. അപ്പൊ കല്യാണം കഴിക്കുമ്പോ ഇനി മക്കളെല്ലാം വരുമ്പോ എന്ത് വരും? ചോപ്പ് പനി, മഞ്ഞപ്പനി, വയലറ്റ് പനി, വെള്ളപ്പനി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയുള്ള പനിയും വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ വിഷയത്തില് എവിടെയും, അതായത് എന്തൊക്കെ ആർഭാടങ്ങളും ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പ്രിയമുള്ളവര് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും അതപ്പതിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കണ്ണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ MGM ഈ ഒരു ക്യാമ്പയിൻ, അതായത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പം വലിയൊരു അജണ്ട MGMന്റെ മുന്നിലുണ്ട്. അതായത് നമുക്കറിയാം, ഏതൊരു വിഷയത്തെയും സംസ്കരിച്ച് അത് ശുദ്ധീകരിച്ച് അത് നന്നാക്കിയെടുത്ത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ ആദ്യം തുടങ്ങേണ്ടത് അത് ആരിൽ നിന്നാണ്? സ്ത്രീകളിൽ നിന്നാണ് എന്നാണ് നമുക്കറിയാം. MGM എന്ന് പറയുമ്പോ മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എല്ലാം ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇത് എവിടുന്ന് തുടങ്ങുമ്പം, കാരണം നമുക്കറിയാം സ്ത്രീകളി എന്ന് പറയുമ്പം ഹുവാറസ്മിയോട് സ്ത്രീകളെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ദീനുള്ള, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയണെങ്കിൽ അള്ളാനെ ഓർമ്മിക്കുന്ന സ്ത്രീകൾക്കുണ്ടല്ലോ, ഒരു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു മാർക്ക് ഇടാ, എന്നിട്ട് ആ ഒരു മാർക്ക് ഇട്ടിട്ട് പിന്നെ നമ്മള് ഇപ്പം വിവാഹാലോചന നടത്തുകയാണ്, നമ്മളെ കുടുംബത്തിലേക്കൊരു അതായത് നമ്മളെ മകൾക്കൊരു
ഭർത്താവിനൊരു പുതിയാപ്പിളയെ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇനി അല്ലെങ്കിൽ നമ്മളെ മോനൊരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോ നമ്മൾ ആദ്യം നോക്കൽ എന്താ? നല്ല മുഞ്ചുണ്ടോന്ന് ആദ്യം നോക്കലേ. നല്ല ഭംഗിയുള്ള പെണ്ണാണോ? അപ്പൊ അദ്ദേഹം പറയാണ്, ദീനുള്ള പെണ്ണിന് ഒരു മാർക്ക് ഇടുക, എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുന്നതിന് മാർക്ക് ഇട്ട് കൊടുക്കണം. ഏതാണ് നമ്മളെന്താ നോക്കുക? ആദ്യം ഭംഗി തന്നെ നമുക്ക് പറയാം അല്ലെ? അതെ, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി. അതാ ഏതുപ്പാന്റെ ഏത് തറവാട്ടിലുള്ള കുട്ടിയാണ് എന്നൊക്കെ പിന്നെയാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പൊ അദ്ദേഹം പറയാണ്, ദീനുള്ള പെണ്ണിന് ഒരു മാർക്ക് ഇടുക, എന്നിട്ട് അത് നല്ല ഭംഗിയുള്ള പെണ്ണാണെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് ഒരു 0 ഇടുക. അപ്പൊ എത്ര മാർക്കായി? നിങ്ങൾ പറഞ്ഞാട്ടെ, എത്ര മാർക്കായി? 10 ആയില്ലേ? അതെ. പിന്നെ നമ്മൾ നോക്കുന്ന നല്ല തറവാടിത്തുള്ള കുട്ടിയാണോ, നല്ല തറവാട്ടുകാരിയാണോ? അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു 0 കൂടി ഇട്ടോ. അപ്പൊ എത്ര മാർക്കായി? 100 മാർക്കായില്ലേ? അതെ. പിന്നെ നമ്മൾ നോക്കൂ എന്ത്, നമ്മൾ പിന്നെ അടുത്തത് നോക്കൂ എന്ത്, നല്ല സമ്പത്തല്ലുണ്ടോ നോക്കൂല്ലേ? ആ, നല്ല സമ്പത്തുണ്ട്. അപ്പൊ ഒരു 0 കൂടി ഇടാം. അപ്പൊ എത്ര മാർക്കായി? 1000 ആയി. പിന്നെ നമ്മൾ എന്താ നോക്കുക? തറവാട് നോക്കി, ഭംഗി നോക്കി, സമ്പത്ത് നോക്കി, പിന്നെ എന്ത് നോക്കും? വിദ്യാഭ്യാസം നോക്കൂല്ലേ? ആ, വിദ്യാഭ്യാസം നോക്കി. അപ്പൊ ഒരു 0 കൂടി ഇടാം. അപ്പൊ എത്രയായി? 10000 ആയി അല്ലെ? ഇനി എന്താ നോക്കുക? ജോലി ഉണ്ടോ നോക്കൂലേ? നല്ല അതായത് ജോലി ഉണ്ടോ? ഇനി നോക്കുന്നല്ലോ നമ്മളെ കണ്ണൂർ. നിങ്ങളെ നാട്ടിൽ എങ്ങനെയാന്ന് എനിക്ക് വലിയ പരിചയമില്ല. എനിക്ക് ഇങ്ങനെ കുറച്ച് ആളുകളെ, MGMന്റെ കുറച്ച് ആളുകളെ എനിക്കറിയും. നമ്മളെ നാട്ടിലൊക്കെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് തന്നെ പെണ്ണിന്റെ ഉമ്മാനി നോക്കും. ഇതിനറിയാം, ഉമ്മ ചെറുപ്പക്കാരിയാണോ, നല്ല ഹെൽത്തി ആണോ, അതിനാണെങ്കിൽ അങ്ങനെ എല്ലാം നോക്കി 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 നിങ്ങൾ കുറെ 0 ഇട്ടോ. അപ്പൊ 10000 ആയി, ലക്ഷായില്ലേ, കോടികൾ വരെ ആവും. ഇങ്ങനെ ആയി അദ്ദേഹം പറയാണ്, എന്നിട്ട് നിങ്ങള് ആ ദീനാകുന്ന ഒന്ന് മാറ്റി നിർത്ത്. ദീനാകുന്ന ഒന്ന് മാറ്റി നിർത്ത്. മാറ്റി നിർത്തുമ്പോ നമ്മളിട്ട 0-ന് എത്ര വിലയാ ഉള്ളത് പറയൂ? എത്ര വിലയുള്ളേ? എത്ര വിലയുള്ളത്? ഒരു വാല്യൂ ഇല്ല അല്ലെ? വട്ട 0 എന്ന് പറയുക എന്നല്ലാതെ ആ ദീനാകുന്ന ഒന്ന് മാറ്റി നിർത്തുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ എന്തായി? 0 ആയി അല്ലെ? ബിഗ് വലിയ 0 ആയി അത് മാറുകയാണ്. പ്രിയമുള്ളവരെ, വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന ഒരു ക്യാമ്പയിൻ, ഒരു പ്രമേയം MGM സംസ്ഥാന സമിതി തീരുമാനിച്ചത് നമ്മുടെ സ്ത്രീകളെ അത് ശാഖകളിൽ നിന്ന്, താഴേക്കിടയിൽ നിന്ന് അത് തുടങ്ങിയിട്ട് അത് മണ്ഡലങ്ങളിലേക്കും ജില്ലകളിലേക്കും വ്യാപിക്കുമ്പം അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ധാരണ സ്ത്രീകൾക്കുണ്ടാവുകയാണ് എങ്കിൽ സദാചാരവും ദുരാചാരവും നന്മയും തിന്മയും ശരിയും തെറ്റും ഇത് പാടില്ല, ഇത് ചെയ്യാൻ ഒരു കാരണവശാലും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ബോധം ഓരോ കുടുംബത്തിലുള്ള സ്ത്രീകൾക്കും. കാരണം അവിടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വിമൻ ആർ ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി എന്നാണ് പഠിപ്പിക്കുന്നത്. ഫാമിലി ആൻഡ് സൊസൈറ്റിയിൽ അത് ഒരു സ്ത്രീയാണ് ഇതിന്റെയൊക്കെ സമൂഹത്തിൻ്റെതാകട്ടെ കുടുംബങ്ങളുടേതാകട്ടെ ഏറ്റവും വലിയ നിർമ്മാണ ഘടകം. അതേതാണെന്ന് ചോദിച്ചാൽ അതാരാ? ഇതാ ഈ വിമൻ, മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻ. ഇത് രണ്ടുമാണ് എന്ത്? സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും നിർമ്മാണ ഘടകം. ഇവർക്കുള്ള ശരിയായ മെസ്സേജ് നമുക്ക് നൽകാൻ സാധിച്ചാൽ പ്രിയമുള്ളവരെ, നമ്മളെ കുടുംബം നന്നായി. അതുവഴി ഒരു അധാർമികതയോ ഒരു വേണ്ടാത്തതോ ഒരു വൃത്തികേടോ ഇതിന്റെ പിന്നിൽ നമുക്കൊരിക്കലും കാണാൻ സാധിക്കൂല. ഇനി മഞ്ഞക്കല്യാണം, ഈ ധൂർത്തും ഇത് മാത്രാണോ പ്രിയമുള്ളവരെ? നോക്കൂ നിങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന ഫെമിനിസം അല്ലെ, സ്ത്രീപക്ഷവാദം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം സ്ത്രീ പുരുഷന്റെ മേലെ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റില്ല. ആ കോലത്തിലേക്ക് പോവുകയാണ്. സ്ത്രീയും പുരുഷനും തുല്യരാ. സ്ത്രീക്ക് അങ്ങനെ, അതായത് പുരുഷൻ അങ്ങനെ ഒരു വലിയൊരു പദവി സ്ഥാനമൊന്നുമില്ല, ഒരുപോലെയാ. ഇനി ഒന്നുകൂടി അത് പറഞ്ഞ് അവസാനം സ്ത്രീയും പുരുഷനും ശത്രുക്കളാണ് എന്ന അവസ്ഥ വരെ ഈ ഫെമിനിസത്തിലൂടെ സമൂഹത്തിന്റെ ഇടയിൽ അതങ്ങനെ വളർന്നു വരികയാണ്. മറ്റൊന്ന് ലിബറലിസം. നമുക്കറിയാം ലിബറലിസം എന്തേ? വിവാഹ വിരക്തി. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നേ? ആരെ കൂടെ കിടന്നുറങ്ങിയാൽ എന്തേ, ആരെ കൂടെ ജീവിച്ചാൽ എന്തേ? ഈ രൂപത്തിലുള്ള ഫെമിനിസം ആവട്ടെ, ഒരുപാട് ഇസം പ്രിയമുള്ളവരെ, ഒരുപാട് ഇസം നമ്മൾ കാണുകയാണ്. കമ്മ്യൂണിസം അല്ലെ, അങ്ങനെ ഒരുപാട് ഇസം കാണുകയാണ്. അതിൽ ഫെമിനിസം പോലെയുള്ള, ലിബറലിസം പോലെയുള്ള ഇത്തരം ഇസം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മളെ പടച്ചിറപ്പ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന സമയത്ത് സ്ത്രീയെയും പുരുഷനെയും ശത്രുക്കളായിട്ടല്ല, മറിച്ച് അനുപൂരകമായിട്ടാണ് സ്ത്രീനെയും പുരുഷനെയും എത്ര മഹത്വമായ രൂപത്തിലാണ് പടച്ചിറപ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത്തരം ഇസങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെയൊക്കെ ദുരന്തം, പ്രിയമുള്ളവരെ, അവസാനം അനുഭവിക്കുന്നത് ആരാണ് എന്നതാണ്. സ്ത്രീകളിൽ നിന്ന് തുടങ്ങണം എന്നതും ഇതൊക്കെ അവസാനം അനുഭവിക്കുന്നത് ആരാ? സ്ത്രീകളാണ് എന്നതാണ്. കാരണം ഇതിന്റെ പേരിൽ ഇത്തരം ഇസങ്ങൾ വന്ന് അവസാനം ഒന്നുമല്ലാതെ ചണ്ടിയായി, ഒരു വാല്യൂ ഇല്ലാതെ, ഒരു അഡ്രസ് ഇല്ലാതെ താന്തോന്നികളായി നശിച്ചു പോകുന്ന. കാരണം ആരെങ്കിലും കൂടെ ജീവിച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതായത് ഇവർക്ക് മക്കൾ ഉണ്ടാവുന്നില്ല, ഇവർക്ക് കുടുംബങ്ങൾ ഉണ്ടാവുന്നില്ല, ഇവരെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവുന്നില്ല. തന്റെ തൊലിയും തന്റെ ഭംഗിയും തന്റെ സൗന്ദര്യവും തന്റെ യുവത്വവും നിലനിൽക്കുന്ന സമയത്ത് വേണ്ടാത്തരങ്ങളൊക്കെ കട്ടിക്കുട്ടിയിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ, നോക്കൂ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ക്രിസ്റ്റീന എന്ന, അതായത് അരിസ്റ്റോട്ടിൽ ഒനാസിസ് എന്ന വലിയൊരു പ്രമുഖനായ $4000 കോടി ഉടമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഏക മകൾ ക്രിസ്റ്റീന. ആ ക്രിസ്റ്റീന ഒരുത്തന്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുക. കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല, രണ്ടാളും പിരിയുകയാ. $4000 കോടി ഉടമ പിതാവ്, ഭാര്യ, അതായത് മാതാവ് മരണപ്പെട്ടു. പിന്നെ ഇവളാണ്, ഈ ക്രിസ്റ്റീന എന്ന കുട്ടിയാണ് എല്ലാ സ്വത്തിന്റെയും ഉടമ. ഇത്രയും സ്വത്തുള്ള, നല്ല തൊലിവെളുപ്പുള്ള, എല്ലാ സൗന്ദര്യം, എല്ലാ സുഖ സൗകര്യമുള്ള ക്രിസ്റ്റീനക്ക് ഒരു ഭർത്താവുമായി ഒന്നിച്ച് ജീവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല. ചില സമയത്ത് ചില സാഹചര്യങ്ങളെ അതൊക്കെ എങ്ങനെ ഉണ്ടാവാം. രണ്ടാമത് മറ്റൊരാളെ വിവാഹം കഴിക്കുകയാണ്. രണ്ടാമത്തെ ഭർത്താവും വിവാഹമോചനത്തിൽ കലാശിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമതും മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയാണ്. അതും വിവാഹമോചനത്തിൽ കലാശിക്കുക. അങ്ങനെ വന്നപ്പോഴാണ് ക്രിസ്റ്റീന ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചത്, ഞാൻ 1, 2, 3 യുവാക്കളെ കൂടെ ജീവിക്കാൻ ശ്രമിച്ചു, എനിക്ക് പറ്റുന്നില്ല. ഇനി ഇങ്ങനെയായാൽ എനിക്കൊരു കുട്ടി വരില്ലല്ലോ, എനിക്കൊരു അഡ്രസ് ഇല്ലല്ലോ, ഞാൻ ഇന്ന് ഒറ്റയാണ്. ഇനി ഇത്രയും സമ്പത്തും ഇത്രയും സുഖത്തിൽ ജീവിക്കുമ്പം ഇതിനൊന്നും ഒരഡ്രസ് ഇല്ലാത്ത, ഒരാളില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ അവൾ ആശിക്കാണ്, എനിക്കൊരു കുട്ടിനെ വേണം. അങ്ങനെ അവൾ 4മതും ഒരു യുവാവിന്റെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാൻ നിർബന്ധിതയാവുകയാ. 4മത് ഒരാളെ കൂടെ ജീവിക്ക. 4മത്തെ ഭർത്താവുമായും ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റാതായപ്പോ, അതും വിവാഹമോചനത്തിൽ എത്തി നിൽക്കുമ്പം അവളിങ്ങനെ ആശിക്കാണ്, ഇദ്ദേഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായെങ്കിൽ എന്നാശിച്ച അവസാനം വിവാഹമോചനത്തിന് മുമ്പ് അവൾ ഗർഭിണിയാവുകയാ. ഗർഭിണിയായി പിന്നെ അദ്ദേഹത്തെ വിവാഹമോചനം ചെയ്ത് ഇനി ഈ കുട്ടിയാണ് ക്രിസ്റ്റീനയുടെ മുന്നിലുള്ള ലക്ഷ്യം. അങ്ങനെ ആ ഗർഭം, നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ, 7 കോടി ഉറുപ്പികയോളം ചെലവഴിച്ചിട്ടാണ് ആ ഗർഭം പൂർത്തിയാക്കാൻ പറ്റിയത്. ബെഡിൽ തന്നെ കിടന്ന് റെസ്റ്റ് എടുത്ത് ഒരുപാട് രോഗം, ഒരുപാട് അസ്വസ്ഥതകള്, അവസാനം 7 കോടി ഉറുപ്പികയോളം ചെലവഴിച്ചിട്ട് 9 മാസം പൂർത്തിയാക്കിയിട്ട് ക്രിസ്റ്റീനയുടെ ഡെലിവറി സിസേറിയനിലൂടെ കുട്ടിനെ പുറത്തെടുക്കുക. കുട്ടിനെ പുറത്തെടുത്ത് നോക്കുമ്പം നമ്മളിങ്ങനെ ആശിച്ചാലൊന്നും, നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവണം, ആശിച്ചാൽ മാത്രം ആവുന്നതാണോ? അല്ലല്ലോ, നമുക്കതറിയാലോ. അങ്ങനെ പുറത്തെടുത്ത് നോക്കുമ്പം ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞിനെയാണ്, വെയിറ്റ് ഇല്ലാത്ത, ആരോഗ്യമില്ലാത്ത, ഏതൊരു സാഹചര്യത്തിലും മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെയാണ് ക്രിസ്റ്റീന പ്രസവിച്ച് അതിനും കോടികൾ ചെലവഴിക്കുക. എന്നിട്ടും ക്രിസ്റ്റീനക്ക് ആരോഗ്യമുള്ള കുട്ടിയായി ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ല. ആ കുട്ടിയും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് ലിബറലിസവും സ്ത്രീപക്ഷവാദം എന്ന് പറയുന്ന ഫെമിനിസം ഒക്കെ വാദിച്ചിട്ട് നടക്കുന്ന ആളുകള് വിവാഹവിരക്തി, വിവാഹമൊന്നും വേണ്ട, നമ്മൾ അതായത് വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ഭാഗം ആർഭാടം പോലെയുള്ളതാണെങ്കിൽ മറ്റൊരു ഭാഗം ഇന്ന് വളർന്നു വരുന്ന പെൺമക്കള് ആരെ കൂടിയും എങ്ങനെ പോയാലെന്തേ തിരിച്ചിങ്ങോട്ട് നമ്മളോട് ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള മക്കളായിട്ടാണ്. എല്ലാവരും എന്നല്ല പ്രിയമുള്ളവർ, ഒന്ന് മതി, അങ്ങനത്തത് ഒന്നുണ്ടായാൽ മതി. എൻ്റെ മുന്നിലിരിക്കുന്ന കേൾക്കുന്ന പൊന്നു മക്കൾക്ക് തോന്നിപ്പോവരുത് നമ്മളെയായി പറയുന്നത്, അല്ല, ഒന്ന് മതി. അപ്പോ
അവിടെ MGM ഇങ്ങനെ ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കാനുണ്ടായ കാരണം ശിക്ഷണം നൽകേണ്ടവരാരാണ് പ്രിയമുള്ളവരെ? ശിക്ഷണം നൽകേണ്ടത് ആരാണ്? സ്ത്രീകളായ നമ്മളാ. എല്ലാവർക്കും നൽകാൻ പറ്റും. ശിക്ഷണം നൽകാൻ അള്ളാന്റെ പ്രവാചകൻ അള്ളാന്റെ റസൂൽ പറയാ, നന്നാക്കേണ്ടത് അള്ളാഹുവാ. എന്നാൽ മാതാപിതാക്കളാണ് ശിക്ഷണം നൽകേണ്ടത്. ശരിയായ ശിക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്നില്ല എങ്കിൽ നമ്മൾ സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് സ്ത്രീകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പ്രിയമുള്ളവരെ ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം, ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യം, MGMന്റെ ലക്ഷ്യം അതാണ്. നാം ശിക്ഷണം നൽകേണ്ടതുപോലെ നൽകുന്നില്ല എങ്കിൽ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞിനെ ഞാൻ തൊട്ടിലിൽ കിടത്തി ആട്ടുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോവരുത് ഞാൻ എന്റെ കുഞ്ഞിനെയാണ് ആട്ടുന്നത് എന്ന് പ്രിയമുള്ളവരെ, മറിച്ച് ഞാൻ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെയാണ് എന്ന ബോധം സ്ത്രീകൾക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് MGMന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചില്ലേ, പിതാവ് ഇവിടെ ഇല്ല അല്ലെ, മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു അല്ലേ? അതെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മാതാക്കളുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുമ്പോ ഇമാം ഗസാലി റഹിമഹുല്ല പറയുകയാണ്, അതിന്റെ പൊരുൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്കറിയുമോ? എന്താണ് അദ്ദേഹം പറയാണ്? നിങ്ങൾ മാതാക്കളായിട്ടുള്ള സ്ത്രീകളായ നിങ്ങൾ എന്തു വേണം? മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നു കൊടുക്കണമേ മാതാക്കളെ എന്നാണ് ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നത്. മക്കളുടെ മീതെ സ്വർഗമായി നിന്നു കൊടുക്കാൻ ആർക്ക് സാധിക്കണം? അതാണ് കാൽപാദത. നമുക്ക് ആ ഹദീസ് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാതാക്കളുടെ കാൽപാദത്തിനടിയിലല്ലേ സ്വർഗം എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ നമുക്കുണ്ട് ഒരു കോളറ പൊന്തിക്കാൻ തോന്നല്. എന്റെ പൊരുത്തുണ്ടെങ്കിലല്ലേ എനിക്ക് കിട്ടോ. നമുക്ക് അങ്ങനെ ഒരു ശൈലി നമ്മളെ മനസ്സിൽ വരാറുണ്ട്. തോന്നിപ്പോവരുത്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? മക്കളുടെ മീതെ നിങ്ങൾക്ക് സ്വർഗമായി നിന്നു കൊടുക്കാൻ ആർക്ക് സാധിക്കണം? മാതാക്കളെ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാതാക്കൾക്ക് മക്കളുടെ ക്വാളിറ്റി സ്വർഗമായി നിന്നു കൊടുക്കുമ്പം നമുക്ക് നമ്മുടെ മക്കളുടെ ഗുണം, ക്വാളിറ്റി എടുത്തു പറയാൻ പറ്റും. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമ്മ അസ്മാ റളിയല്ലാഹു അൻഹ മകന്റെ ക്വാളിറ്റി പറഞ്ഞത് നമുക്കറിയാലോ ചരിത്രത്തിൽ അല്ലേ? അതെ, ഏതാ പൊന്നുമോൻ യുദ്ധക്കളത്തുനിന്ന് അറിയാതെ ഇറങ്ങി ഓടുക അല്ലെ? അറിയാതെ ഇറങ്ങി ഓടിയപ്പോ അവിടെ കണ്ണു കാണാത്ത, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മകൻ അബ്ദുള്ളയാണോ റബ്ബേ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് എന്ന് വിചാരിച്ച്, വയസ്സായിട്ടുണ്ട്, വാർദ്ധക്യം ബാധിച്ചതിന്റെ അവശത 2 കാലുകൾക്കുണ്ട്, എന്നിട്ടും യാ അല്ലാ എന്നും പറഞ്ഞ് ഓടുകയാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ചോദിക്കാണ്, പൊന്നുമോനെ എന്താ പറ്റിയേ? ഉമ്മ, യുദ്ധക്കളത്തിൽ നിന്ന് രക്തസാക്ഷിയാവുന്നത് കൊണ്ടോ അവരുടെ വാളിന് ഇരയാകുന്നത് കൊണ്ടോ എനിക്ക് പേടിയില്ല, മരിക്കാൻ എനിക്ക് പേടിയില്ലുമ്മ. പക്ഷേ മരണപ്പെട്ടതിന് ശേഷം നമ്മെ കുരിശിലേറ്റിയിട്ട് പച്ചയായി നമ്മുടെ ശരീരത്തിന്റെ തൊലി ഊരിയെടുക്കുന്ന ഒരു രംഗം കണ്ടപ്പോ അറിയാതെ ഹൃദയം പൊട്ടിപ്പോയി, ഭയപ്പെട്ടു പോയി, വേദനിച്ചു പോയി. അതുകൊണ്ട് ഇറങ്ങിയോടുക, അത് സഹിക്കാൻ പറ്റൂല. എന്താ അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മോന് പറഞ്ഞെടുത്തത്? പൊന്നുമോനെ അറുത്തിട്ട ആടിന്റെ തൊലി ഊരിയെടുക്കുമ്പോ വേദനിക്കുമെന്നാണോ ഉമ്മാന്റെ മോൻ പറയുന്നേ? ഉമ്മാന്റെ മോൻ അങ്ങനെയാ പറയുന്നേ, അറുത്തിട്ട ആടിന്റെ തൊലി ഊരുമ്പം ആടിന് വേദനിക്കോ? അതൊരിക്കലുമില്ല. ഉമ്മാന്റെ പൊന്നുമോനെ സ്വർഗം നഷ്ടപ്പെടുത്തണ്ട, പൊയ്ക്കോ. സുബ്ഹാനല്ലാഹ്. മക്കളുടെ മീതെ സ്വർഗമായി നിന്ന് കൊടുക്കാൻ ആർക്ക് പറ്റണം? മാതാക്കൾക്ക് സാധിക്കണം. നോക്കൂ, അസ്മാ റളിയല്ലാഹു അൻഹ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ആർക്ക് വേണ്ടി? അബ്ദുള്ളാക്ക് വേണ്ടി, അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. എന്താ പ്രാർത്ഥിക്കാറുള്ളത്? പടച്ച റബ്ബേ തന്റെ മകൻ മദീനയുടെ ചുട്ടുപൊള്ളുന്ന വെയിലില് ആ മരുഭൂമിയിലുണ്ടല്ലോ, രാവും പകലും പണിയെടുക്കുന്ന സമയത്തും തന്റെ മകൻ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് തന്റെ മകൻ തിങ്കളും വ്യാഴും ഒക്കെ
റമളാൻ മാസത്തെ നോമ്പല്ലട്ടോ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ തിങ്കളും വ്യാഴവും പറഞ്ഞേ, തന്റെ മകൻ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടെ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന മോനാണ് റബ്ബേ തന്റെ മകൻ. അതുകൊണ്ട് നാഥാ തന്റെ മകനോട് നീ കരുണ ചൊരിയണമേ. അല്ലാ, തന്റെ മകൻ അബ്ദുള്ളയുണ്ടല്ലോ, മാതാപിതാക്കളോട് ഇന്ന് വരെ ചെയ്യുന്നോ ഇയെന്നോ പറയാറില്ല. അല്ലാ, തന്റെ മകനെ നീ ചേർത്തു പിടിക്കണമേ. അല്ലാ, തന്റെ മകനുണ്ടല്ലോ പകല് മുഴുവനും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അധ്വാനിക്കുകയാണ് റബ്ബേ. എന്നിട്ടോ രാത്രിയിൽ അവൻ പാതിരാക്ക് എഴുന്നേറ്റ് നിന്ന് നീ ആകാശത്തിറങ്ങി വരുന്ന ആ പാതിരാ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്റെ മകൻ തഹജ്ജുദ് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന മകനാണ് റബ്ബേ. തന്റെ മകനെ നീ പരലോകം നന്നാക്കി കൊടുക്കണമേ. മാതാക്കളെ, നിങ്ങൾ മക്കളുടെ മീതെ സ്വർഗമായി നിന്നു കൊടുക്കണമേ എന്ന് പറയുമ്പോ നമ്മുടെ മക്കൾക്ക് ഈ രൂപത്തിലുള്ള ക്വാളിറ്റി, ഈ രൂപത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കാൻ പ്രിയമുള്ളവരെ ആർക്ക പറ്റുക? ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയാൽ സദാചാരവും ദുരാചാരവും അന്ധവിശ്വാസവും അനാചാരവും വേണ്ടാത്തതും എന്താണ് അള്ളാഹു പഠിപ്പിച്ചത്, എന്താണ് നമ്മുടെ മതം പഠിപ്പിച്ചത്, എന്താണ് നമ്മുടെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, ഇത് വളരെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെട്ടാൽ ഇനി വേണ്ടാത്തത് നമ്മുടെ സമൂഹത്തിൽ ആര് കാണൂല. ഇതാണ് പ്രിയമുള്ളവരെ MGM ഈ ഒരു ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഇത്രയും വലിയ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിന് ആഹ്വാനം ചെയ്തത് എന്നാണ് പ്രിയമുള്ളവരെ എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ ഇമാം റാസി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹം മാതാവിന്റെ അടുത്തിരുന്ന് മാതാവിനോട് പലതും സംസാരിക്കുക. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുകയാണ്. ഇന്ന സ്ഥലം എനിക്ക് വീടെടുക്കണം, പാപ്പാന്റെ ഇന്ന കച്ചവടം അതെനിക്ക് വേണം. ഇങ്ങനെ എല്ലാ മക്കളും ഓരോ വസ്തു ഇന്നത് വേണം, ഇന്ന സ്ഥലം എന്ന രൂപത്തിൽ അനന്തര സ്വത്തിനു വേണ്ടി ചോദിക്കുകയും അത് പരസ്പരം ഓഹരി വെക്കാൻ, വീതിച്ചെടുക്കാൻ ചർച്ച നടത്തും ചെയ്യുന്ന സമയത്തെ മഹാനായ ഇമാം റാസി റഹിമഹുല്ല തന്റെ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറയാണ്, എന്റെ പിതാവിന്റെ ഒരു സ്വത്തും എനിക്ക് വേണ്ട. എന്റെ പിതാവിന്റെ സ്വന്തമായ മാതാവാകുന്ന ഈ കിടക്കുന്ന ഈ ഉമ്മയാകുന്ന സ്വത്തിനെ നിങ്ങളെല്ലാവരും എനിക്ക് തരണം. ആരാ ഉമ്മ, ആരാ വാപ്പ, ആരാ ഭർത്താവ്, ആരാ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കള്, മക്കള്, ഇതൊക്കെ അടങ്ങുന്ന ഒരു വൃത്തമാണല്ലോ പ്രിയമുള്ളവരൊരു കുടുംബം. ഇതൊക്കെ അടങ്ങുന്ന ഒരു വൃത്താണ് കുടുംബം. 10 പുരുഷന്മാർ ചേർന്നാൽ കുടുംബമാവുകയില്ല എന്ന് നമുക്കറിയാം. ഒരു കുടുംബത്തിന്റെ തേജസ് ഉളവാക്കുന്ന, ഒരു കുടുംബത്തിന്റെ വളർച്ചയും ഉയർച്ചക്കും പ്രാധാന്യം നൽകുന്ന, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ നിമിത്തം ആരാണെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ അത് സ്ത്രീയാ. അതുകൊണ്ടാണ് 10 പുരുഷന്മാർ ചേർന്നാൽ കുടുംബാകൂലട്ടോ. കുടുംബാകണമെങ്കിൽ ആര് വേണം? തേജസ്സുള്ള, ഐശ്വര്യത്തിന്റെ നിമിത്തമായ, ധാർമ്മികതയുള്ള, മതബോധമുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ എവിടെ ഉണ്ടാവണം? ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ക്വാളിറ്റിയുള്ള ഒരു പെണ്ണ്, മക്കളെ മീതെ സ്വർഗമായി നിന്നുകൊടുക്കാൻ കഴിവുള്ള, മക്കളുടെ ഗുണങ്ങൾ നമുക്കിങ്ങനെ മക്കളുടെ ഗുണം എടുത്തു പറയാൻ സാധിക്കണമെങ്കിൽ ആ മക്കൾക്ക് ആ ഗുണങ്ങളൊക്കെ നമ്മൾ എന്ത് വേണം? വിറ്റാമിൻസും കുട്ടികളുടെ ശരീരത്തിന്റെ അവയവങ്ങള്, കുട്ടിയുടെ ശരീരം, ആരോഗ്യം, ഭംഗി, ഇതൊക്കെ ഉണ്ടാകാൻ എന്തെല്ലാം നമ്മൾ തിന്നാനും എന്തെല്ലാം അവരുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ നൽകുന്നുണ്ടോ അതൊക്കെ നൽകുന്ന സമയത്ത് വൽ അദബു മിനൽ ആബാഇ എന്ന് പഠിപ്പിച്ച ആ മര്യാദകളും അദബുകളും ആ ധാർമ്മികതയും ആ ധീരം നമ്മുടെ മക്കൾക്ക് അതിന്റെ ഇടയിലൂടെ നമ്മൾ നൽകുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയി. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളുടെ ഗുണങ്ങൾ എടുത്തു പറയാൻ സാധിക്കും. നമ്മുടെ മക്കളോ ആരാ ഉമ്മ, ആരാണ് വാപ്പ, എന്നിട്ട് എന്തിനാണ് തന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത്, എന്റെ ചുറ്റുമുള്ള ആളുകളെ ഞാൻ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത്, എനിക്ക് പടച്ചിറപ്പ് തന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെ എന്ത് അല്ലേ? ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഇങ്ങനെ ചിന്തിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ല ചോദിക്കുന്നില്ലേ? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നൊക്കെ അള്ളാഹു ഒരുപാട് പ്രാവശ്യം ചോദിക്കാം. അള്ളാഹു എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു നായന്റെ പ്രതിമ, അച്കോ നായ ഒരു പ്രതിമ.
ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആളുകൾക്കൊക്കെ ആ നായന്റെ ചരിത്രം പഠിക്കും. അതിനെ കണ്ടാല് ഇതെന്താ ഇവിടെ ഒരു പ്രതിഭ വെച്ചേ? അതോ, ഈ നായി ഈ നാട്ടിലുള്ള ഒരു പ്രൊഫസറായിരുന്നു ഈ നായിന്റെ യജമാനൻ. ഈ പ്രൊഫസർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്ന് വന്നിട്ട് ട്രെയിൻ കയറിയിട്ട് കോളേജിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് നടക്കും. ഈ അജ്കോ നായിക്കുട്ടി, ഈ യജമാനായ പ്രൊഫസർ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ വരുമ്പോ നായി കൂടെ വരും. എന്നിട്ട് യജമാനൻ വണ്ടി കയറി പോയാൽ നായി തിരിച്ച് വീട്ടിലേക്ക് പോകും. വൈകുന്നേരം യജമാനൻ കോളേജ് ക്ലാസ്സിലും കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഈ നായ്ക്കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് യജമാനനെ തേടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളും കാണുന്ന കാഴ്ചയാണ് യജമാനനെയും നായ്ക്കുട്ടിയെയും. ഒരു ദിവസം രാവിലെ യജമാനൻ ട്രെയിൻ കയറി കോളേജിലേക്ക് പോയി. കോളേജിൽ നിന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബോഡി കൊണ്ടുവന്നു, ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നു. അദ്ദേഹം മരണപ്പെട്ടു. എന്നിരുന്നിട്ട് പ്രിയമുള്ളവരെ, യജമാനൻ മരണപ്പെട്ടിട്ട് 10-12 വർഷം ഈ നായ്ക്കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ 10-12 വർഷവും ഈ നായ്ക്കുട്ടി ഈ വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദിവസം ഒഴിയാതെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തന്റെ യജമാനനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ഈ നായ്ക്കുട്ടി അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുമ്പോഴും, എന്താ ഇതിന്റെ യജമാനൻ മുമ്പ് ഇങ്ങനെ കോളേജിൽ പോയ സമയത്ത് കുഴഞ്ഞു വീട് മരിച്ചിട്ടുണ്ടായിരുന്നു. യജമാനനായ പ്രൊഫസർ ജീവിച്ചിരിക്കുന്ന കാലം വരെ രാവിലെയും വൈകുന്നേരവും ഇദ്ദേഹത്തിനെ കൂട്ടാൻ ഈ നായ്ക്കുട്ടി ഇവിടെ വരാറുണ്ടായിരുന്നു. ഈ നായ്ക്കുട്ടി മരിക്കുന്നത് വരെ യജമാനനെ നോക്കിയിട്ട് വൈകുന്നേരം ഇവിടെ വരും, റെയിൽവേ സ്റ്റേഷനിൽ വരും. അവസാനം ആ നായനോടുള്ളൊരു കൂറ്, അതിൻ്റെ നന്ദി കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടാണ് ആ നായന്റെ പ്രതിമ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും സ്ഥാപിച്ചു വെച്ചിട്ടുള്ളത്. ഒരു നായ്ക്കുട്ടി കാണിക്കുന്ന നന്ദി ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു യജമാനൻ നായ്ക്കുട്ടിക്ക് എന്താ കൊടുത്തേ? നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ടല്ലേ നന്ദിയെ കുറിച്ച് പറയുന്ന. അത് നായ്ക്കുട്ടിനല്ല പറഞ്ഞത്. ഏത് ജീവിനെയാ, ഏത് കുട്ടിനെയാ പറഞ്ഞേ? കുതിരക്കുട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ സൂറത്തുൽ ആദിയാത്തില്. എന്നിട്ട് ആ സൂറത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പൊക്കെ അറിയണമെങ്കിൽ നമ്മൾ താഴെ ഇങ്ങനെ നോക്കണം. സോർത്ത നേരത്തെ സൂചിപ്പിച്ചു, കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിന്റെ ചെയർപേഴ്സൺ ആണ് ഷമീമ ടീച്ചർ. എന്റെ കമ്മിറ്റിയുടെ കീഴിൽ ഭിന്നശേഷി സ്ത്രീകള്, ഭിന്നശേഷി കുട്ടികളൊക്കെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിന്റെ കീഴിലാ. അതിലുള്ള ഒരു വിഭാഗമാണ് ഭിന്നശേഷി. അപ്പൊ എൻ്റെ ഒരു നിയത്തും ഒരു ലക്ഷ്യമായിരുന്നു, ഈ കസേരയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഭിന്നശേഷിക്കാരായ മുഴുവൻ മക്കളെയും കണ്ടെത്തിയിട്ട് ആ മക്കളെ ഒരുമിച്ച് കൂട്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ട് ആ കുട്ടികൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, എന്തുപകരണമാണെങ്കിലും അതൊരു പ്രൊജക്റ്റാക്കി പദ്ധതിയാക്കി ഈ മക്കൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹം. അങ്ങനെ ഓരോ വർഷവും വ്യത്യസ്ത ക്യാമ്പുകൾ നടത്തും എല്ലാ കുട്ടികളെയും കൊണ്ടുവന്നിട്ട്. അതിൽ കാല് വളരാത്ത, കൈ നിവരാത്ത, ഒടിഞ്ഞു കിടക്കുന്ന, അപ്പൊ മുട്ട് നിവരാത്ത കുട്ടിക്ക് ഇവിടെ ഇടുന്ന ഒരു ബെൽറ്റ്, വിരല് നിവരാത്ത കുട്ടികൾക്ക് അതിന് പ്രത്യേകം, അങ്ങനെ എല്ലാവിധ ഉപകരണങ്ങളും നൽകി കഴിഞ്ഞ വർഷം ഒരു 6 മാസം മുമ്പാണ് ആ ക്യാമ്പ് നടത്തിയത്. 6 മാസം മുമ്പ് 7 ക്യാമ്പ് 7 സോണലുകളിലായിട്ടാണ് 7 ക്യാമ്പ് നടത്തുക. 7ാമത്തെ ക്യാമ്പിൽ പ്രിയമുള്ളവരെ, ഒരു ഉമ്മയുപ്പയും ഒരു പൊന്നു മോള, 5 വയസ്സുള്ള ഒരു മോളക്കുട്ടി വന്നൊരു എൻ്റെ ഹൃദയം പൊട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു. 5 വയസ്സുള്ള മോളെ കൂട്ടിയിട്ട് ഒരു ഉമ്മയുപ്പയും ഞങ്ങളെപ്പോലെയുള്ള ഒരു ഉമ്മയുപ്പയും കൈപിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പം, കാരണം പല മാതാപിതാക്കളും മക്കളെ 2-3 ആള് താങ്ങി പിടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഭിന്നശേഷിക്കാരായ മക്കൾ, അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ആരോഗ്യമുള്ള ആഫിയത്തും നാഥ നമുക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇങ്ങനത്തെ മക്കൾ നമ്മുടെ ക്യാമ്പുകളിലേക്ക് എന്നല്ല, നമുക്കറിയാം ഇങ്ങനത്തെ മക്കൾ വരുമ്പം അവരെ മുഖം വിളിച്ചു പറയും, ഞാൻ ഭിന്നശേഷിയാ, ഞാൻ മെന്റലി ഡിസേബിൾഡ് ആണ് എന്ന രൂപത്തില്. അപ്പോ 2-3 ആളുകൾ താങ്ങി പിടിച്ചിട്ടും ഒടിഞ്ഞ കുത്തിയിട്ടും അങ്ങനെയൊക്കെയാണ് പല മക്കളും നമ്മളെ ക്യാമ്പിലേക്ക് വരുന്നത്.
ഓരോ കുട്ടികൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഞാനിങ്ങനെ ആ കുട്ടികളെ ഞാൻ എന്റേതായ രൂപത്തിൽ ഞാൻ വിചാരിക്കും, ഈ കുട്ടിക്ക് എന്തായിരിക്കും ആവശ്യം? വീൽ ചെയർ ആയിരിക്കും. ഈ കുട്ടിക്ക് എന്തായിരിക്കും ആവശ്യം? വാക്കർ ആയിരിക്കും. ഈ കുട്ടിക്ക് എന്താണ് ആവശ്യം? കഴുത്തൊടിഞ്ഞു പോകുന്നതിന് ആ കുട്ടിക്ക് ഒരു പ്രത്യേക ടാബിൾ ഉണ്ട്, അതായിരിക്കണം ഈ കുട്ടിക്ക് ആവശ്യം. അല്ലെങ്കിൽ നടുവിനിടുന്ന ബെൽറ്റ് ആവണം ഈ കുട്ടിക്ക് ആവശ്യം. എന്റെ മനസ്സ് പറയും കുറെ കാര്യങ്ങളെ. ഈ 5 വയസ്സുള്ള വെളുത്തു തുടുത്ത നല്ലൊരു പൊന്നുമോളെയും കുട്ടി ഉമ്മയിപ്പ് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, കുട്ടി ഇങ്ങനെ, ഞാനൊക്കെ കല്യാണത്തിന് പോകുമ്പോ ഒക്കെയാണ് ഇങ്ങനെ വലിയ ഫ്രോക്കിൽ നമ്മളെ മക്കൾക്ക് അങ്ങനെയാണ്. മറ്റുള്ള സമയത്തൊന്നും അങ്ങനെ ആരും അത് ഇട്ട് കൊടുക്കലില്ല. അങ്ങനത്തെ കാലിന്റെ അടി വരെയുള്ള ഒരു ഫ്രോക്കൽ ഇട്ടിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ തുള്ളി തുള്ളി വരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കട്ടോ, ഈ കുട്ടിയെയും കൂട്ടിയിട്ട് എന്തിനാണ് റബ്ബയും ഉമ്മയും ഉപ്പിയും വരുന്നത്? എന്തായിരിക്കും ഈ കുട്ടിക്ക് ആവശ്യം? അവസാനം ഈ ഉമ്മക്കുട്ടിനെ മടി വെച്ച് അവിടെ ഇരുന്നു. വാപ്പ പോയി ഫോം വാങ്ങി, അവിടെ ഒരു ടേബിൾ ഉണ്ട്, അവിടെ പോയി ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ വെറുതെ പോയിട്ട് അവിടെ ഇങ്ങനെ കയ്യും കെട്ടി നിന്നോ. എന്തിനാ നിന്നതറിയാ? ഗുണഭോക്താവിന് എന്തുപകരണമാണ് ആവശ്യം എന്ന് എഴുതാനുള്ളൊരു കോളുണ്ട്. ആ കോളത്തിൽ എന്താണ് ഇവർ എഴുതുക എന്നുള്ളതാണ് അത് നോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നു. ഓരോന്നും ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓരോന്നും ചെയ്ത് ആധാർ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഈ കോളത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ഈ കോളത്തിലേക്ക് നോക്കിയപ്പോൾ പ്രിയമുള്ളവരെ, ആ വാപ്പ എഴുതിയത് കൃത്രിമക്കാൽ എന്നായിരുന്നു. കൃത്രിമക്കാൽ. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി, ഈ കുട്ടിക്ക് കാലില്ലാത്തത് കൊണ്ടാവണം. ഞാൻ കാണുന്നില്ലല്ലോ, കാലിന്റെ അടി വരെയുള്ള ഉടുപ്പിട്ടിട്ടല്ലേ വന്നത്. അപ്പൊ ഞാൻ ഓടി സ്ത്രീ ഇരിക്കുന്ന ആ ഭാഗത്തൊരു കസേര എടുത്തിട്ട് പോയിട്ട് അവിടെ ഇരുന്നു. ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും, ഒരു ബന്ധം കാണിക്കാൻ വേണ്ടേ. ഞാനാണ് ഷമീമ ടീച്ചർ, ഇങ്ങനൊക്കെ പറഞ്ഞിങ്ങനെ, നിങ്ങൾ ഏത് വാർഡിലാണ്, ആരാണ് നിങ്ങളെ കൗൺസിലർ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ മോളെ കാലിന് പറ്റിയത്? ആ സമയത്ത് ആ ഉമ്മ ഈ കുപ്പായം, ഈ ഫ്രോക്ക് അപ്പോഴാണ്, ഈ കാല് കാണാതിരിക്കാനാണ്, കാലിന്റെ അടി വരെയുള്ള നമ്മളെ ഭാഷ പറഞ്ഞ മരക്കാല്, കൃത്രിമക്കാല്. ഈ ഉമ്മ ഇങ്ങനെ ഇവിടം വരെ പൊന്തിക്കാ പ്രിയമുള്ളവരെ. എന്നിട്ട് പറയാ, ടീച്ചറെ എനിക്ക് 2 ആൺമക്കളാ, 3ാമത് ഗർഭിണിയായപ്പോ ഞാൻ ഡോക്ടറോട് തന്നെ പറയും, ഡോക്ടർ എനിക്ക് പ്രാർത്ഥിക്കണേ, എനിക്ക് ഒരു മോള പ്രസവിക്കാൻ എന്ന് പറയാം. അവളെ ഹെൽത്തി ആയിട്ട് കുറെ പ്രോബ്ലം അവൾക്കുണ്ട്, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ മക്കളെ പോറ്റാനോ പ്രസവിക്കാനൊന്നും എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് പറ്റൂല, അതുകൊണ്ട് പ്രാർത്ഥിക്കണേന്ന് കണ്ടവരോടൊക്കെ പറയും പോലും എനിക്കൊരു മോളെ കിട്ടാൻ പ്രാർത്ഥിക്കണേ. അവള് പറയാ, ഞാൻ പ്രസവിച്ചു ടീച്ചറെ, പ്രസവിച്ചിട്ട് എൻ്റെ ചോരക്കുഞ്ഞിനെ ഡോക്ടർ ഞാൻ നല്ല ബന്ധാ, ചോരക്കുഞ്ഞിനെങ്ങനെ എടുത്തിട്ട് ഡോക്ടർ ഇതാടി നീ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചാടി എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു കാല് പൂർണ്ണമായും ഇല്ലാത്ത കുട്ടിയാണ് ടീച്ചറെ ഞാൻ പ്രസവിച്ചത്. ഞാൻ ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ എന്റെ മോളെ കാല് എന്റെ വയറ്റിലുണ്ടാ, ഗർഭപാത്രത്തിലുണ്ട് എന്റെ കുട്ടിനെ. അപ്പോഴാണ് ഡോക്ടർ വരെ ശ്രദ്ധിച്ചത്, ഒരു കാലില്ലേ ഈ കുട്ടിക്ക്, ഇവിടെ മുതൽ കാലില്ലാത്ത കുട്ടി. നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ, 5 വയസ്സുള്ള മോളാ. അങ്ങനെ ഈ കൃത്രിമ കാല് വെച്ച മോളെ കാല് ഫുള്ള് ക്ലിങ് പേപ്പർ നിങ്ങൾക്ക് അറിയാലോ, അതിങ്ങനെ കട്ടയിൽ ചുറ്റി വെച്ച്. ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ക്ലിങ് ചുറ്റി വെച്ച കുട്ടിന്റെ കാലിനെ? അപ്പൊ പറയാണ്, 2 വയസ്സിലാണ് അവൾക്ക് ഈ കാല് ഞാൻ വെച്ചു കൊടുത്തത്. ഓരോ വർഷം കൂടുമ്പോഴും 20 വയസ്സ് വരെ ഓരോ വർഷത്തിൽ ഈ കാല് ഇവളുടെ വളർച്ചക്കനുസരിച്ച് ഇത് മാറ്റി വെച്ചു കൊടുക്കണം. എനിക്ക് പൈസ ഇല്ല, ഞാൻ രോഗിയാ, എന്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാ. അങ്ങനെ ഇത് കഷ്ണം പൊട്ടിയിട്ട് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ക്ലിങ് കൊണ്ട് അതവിടെ പിടിച്ചു വെച്ചതാ. കോർപ്പറേഷൻ സൗജന്യമായി നൽകുന്നത് കേട്ടിട്ടാണ് ഈ ക്യാമ്പിലേക്ക് വന്നത്. നിങ്ങൾ അറിയണം പ്രിയമുള്ളവരെ, ഞങ്ങൾ ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല കാല് ഈ കുട്ടി കൊടുക്കണം. അളവൊക്കെ എടുത്ത് പോയി. 2 ആഴ്ച മുമ്പായിരുന്നു പ്രിയമുള്ളവരെ അത് വിതരണം. 6 മാസം അതിന്റെ ഒരുപാട് നടപടിക്രമങ്ങള്, ഒരുപാട് സംഗതികൾ കോർപ്പറേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് പ്രിയമുള്ളവരെ, 2 ആഴ്ച മുമ്പേ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ദിവസം. 7ാമത്തെ ക്യാമ്പിൽ എല്ലാവരും വീണ്ടും വന്നു, ഉപകരണം വാങ്ങുന്ന കുട്ടികളും മക്കളും എല്ലാവരും വന്നു. ഈ മോളെ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു. അൽഹംദുലില്ലാ, ആ കുഞ്ഞിന് പുതിയൊരു കാല് വെച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ പ്രിയമുള്ളവർ, എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. 6 മാസം കഴിഞ്ഞല്ലോ, ഈ കാലിങ്ങനെ വെച്ചു കൊടുക്കാൻ സമയത്ത് ഈ കുട്ടിന്റെ മസിലൊക്കെ കുറച്ച് വളർന്നിട്ട് ഇതെങ്ങനെയും അവിടെ സൂട്ടാവുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ വിദഗ്ധരുമായി ഒന്ന് വിളിച്ചു നോക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവര് പറയാണ്, ടീച്ചറെ അതൊക്കെ പെട്ടെന്ന് അളവെടുത്തിട്ട് പെട്ടെന്ന് അതെന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്ത് കൊടുക്കണം, ഇത്ര ഗ്യാപ്പ് വന്നുകൂടാ, ഇനി എന്താ വഴി, ഇനി പെട്ടെന്ന് അളവെടുക്കുക എന്നിട്ട്. പക്ഷെ അത് കോർപ്പറേഷന്റെ ഇതിൽ ഇനി ചെയ്യാൻ പറ്റൂല, കാരണം ഇത് നമുക്കത് ഇനി വകുപ്പില്ല.
എന്തായാലും അത് എൻ്റെ സ്വന്തം വകയിലാണെങ്കിലും ആ കുട്ടിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കണം. ഞാൻ എന്നിട്ട് ആ ഉമ്മാനെ ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കുക. അന്ന് വരുമ്പോ ഈ കാലൊക്കെ ഊരി ചാടിയിട്ടേ അവര് പുതിയ കാലിനാ വന്നേ. ആ ഉമ്മാനെ എങ്ങനെ നിങ്ങൾ വിഷമിക്കല്ലേ, 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പരിഹാരം കാണിച്ചു തരും, സങ്കടപ്പെടരുതെന്ന് പറയുമ്പോൾ കണ്ണിങ്ങനെ കണ്ണീര് ധാരധാരിയായി ഒഴുകിയിട്ട് എന്നോട് പറയാണ്, ടീച്ചറെ നിങ്ങളെ വാക്കിൽ എനിക്ക് വിശ്വാസമുണ്ടേ, അതല്ല എന്നെ കണ്ണീരണിയിച്ചത്. എൻ്റെ മോള് 2 മാസമായി, അടുത്ത ആഴ്ച ഞാൻ കാല് വാങ്ങാൻ പോകും. ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, ഞാൻ കാല് വാങ്ങാൻ പോകും. നമ്മൾ പലതും വാങ്ങാൻ പോയിട്ടുണ്ട് അല്ലെ, നമ്മൾ പലതും വാങ്ങാൻ പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആ പൊന്നുമോള് പറയാ ഞാൻ കാല് വാങ്ങാൻ പോകും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യാ അല്ലാ, യാ അല്ലാ, അല്ലാഹു അല്ലാത്തത്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, പടച്ചറപ്പ് വെറുക്കപ്പെട്ടതിന് വെറുക്കാൻ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മള് ഉപയോഗിക്കുകയും അതൊക്കെ നമ്മള് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങിയിട്ട് അത് തന്ന പടച്ചറബിനെ, അത് തന്ന പടച്ചറബിനെ മറക്കാൻ, അത് തന്ന പടച്ചറബിനോട് നന്ദി കാണിക്കാൻ പ്രിയമുള്ളവനെ അല്ലാഹ് നീ കാക്ക് തമ്പുരാനെ, നമുക്ക് എങ്ങനെയാ പറ്റുക? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താവണം? ഏറ്റവും നല്ല ഒരു തലമുറനെ വാർത്തെടുക്കണം. നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എന്താവേണ്ടത്? മക്കളുണ്ടാവും നല്ല ബുദ്ധിയുള്ള, നല്ല സൗന്ദര്യമുള്ള, ഒരു ന്യൂനതയുമില്ലാത്ത വലിയൊരു നല്ല സന്താനത്തിന് നീ താ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്തിനാ പ്രിയമുള്ളവരെ നമുക്ക് മക്കളെ? യാ അല്ലാഹ്, എനിക്ക് മക്കൾ ഉണ്ടാവുന്നത് എന്തിനാണെന്നറിയോ? എന്റെ പരലോകത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമുക്ക് മക്കൾ ഉണ്ടാകേണ്ടത്. എനിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്ന തിരിച്ചറിവുള്ള മക്കൾ നാഥ നീ എനിക്ക് നൽകണമേ. അതിനാണ് പ്രിയമുള്ളവരെ നമുക്ക് മക്കളെ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, 3 സലാസു ബനാത്ത്, 3 പെൺമക്കളെ അല്ലെ, അല്ലെങ്കിൽ 3 പെങ്ങന്മാരെ ഒരു മാതാപിതാക്കൾക്ക്, ഒരാങ്ങൾക്ക്. അതെ, ഒരു വീട്ടിൽ 3 പെണ്ണുണ്ടോ, ഏറ്റവും നല്ല നിലയിൽ അവർ നിങ്ങൾ വളർത്തുകയും ചെയ്താൽ അതാ അതിന് നിങ്ങൾക്ക് സ്വർഗമാണ് കേട്ടോ. ഇതിനാണല്ലോ പ്രിയമുള്ളവരെ മക്കള്, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അതെ, ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ എന്റെ അത്താണിയുടെ ഭാരവാഹി എന്നെ വിളിച്ചിട്ട് പറയാണ്, ടീച്ചറെ ഞാനുള്ളത് 2 മാസം പ്രായമുള്ള തന്റെ ഭർത്താവിന്റെ മരുവളെ കുട്ടി മരണപ്പെട്ടിട്ട് അവളെ മയ്യത്ത് കുളിപ്പിക്കാൻ പോവുക. ആ കുഞ്ഞു പൈതലിനെ വയറ് കഴുകണോ, 3 തുണിയിൽ തന്നെ പൊതിയണോ എന്നൊക്കെ എന്നോട് ചോദിക്കുക. അവളെ പൊട്ടിക്കരയാ. ഞാൻ സമാധാനിപ്പിച്ചു അവളാ. ഞാൻ അവളെ എന്താ പറ്റിയ മുത്തേ? വെറുത്തൊരു കാരണം അള്ളാഹു അതങ്ങനെയാ. അത് മുലപ്പാല് കൊടുക്കുന്ന സമയത്ത്, രാവിലെ ഉറങ്ങി എണീറ്റിട്ട് പാല് കൊടുക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയതാ. വേറൊരു അസ്വസ്ഥതയില്ല, തൊണ്ടയിൽ കുടുങ്ങി. അപ്പൊ തന്നെ കുട്ടി മരണപ്പെട്ടു പോയി. അതെ, എത്രയോ പെറ്റുമ്മമാരുടെ മുന്നിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മളെ കുഞ്ഞു പൈതം മക്കൾ പടച്ചെറുപ്പ് തിരിച്ചെടുത്തിട്ടുണ്ട്. അതെ, ആ തിരിച്ചെടുത്ത മക്കൾ വരെ നാളെ പരലോകത്ത് നിന്ന് പടച്ചെറുപ്പിനോട് പറയും, അല്ലാഹ് ആ മക്കളെ സ്വർഗത്തിലേക്ക് ആക്കുമ്പം ആ മക്കൾ അള്ളാഹിനോട് പറയും, വല്ലാഹി അള്ളാഹുവാണ്, ലാ നദ്ഖുലു, നമ്മൾ ഈ സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗത്തിന്റെ കവാടത്തിൽ ഈ മക്കൾ ഇങ്ങനെ നിന്നിട്ട് പറയാണ്, ഈ സ്വർഗത്തിലേക്ക് റബ്ബേ, അള്ളാഹുവേ, അള്ളാഹുവാണ്, ഞങ്ങൾ പ്രവേശിക്കൂല. ഞങ്ങളെ മാതാപിതാക്കളെ ഇവിടത്തേക്ക് കൊണ്ടുവാ പടച്ചോനെ, ഞങ്ങളെ മാതാപിതാക്കളെ കൊണ്ടുവാ. യാ റബ്ബി ഹാത്തി അബീ വ ഉമ്മി, യാ റബ്ബി ഹാത്തി അബീ വ ഉമ്മി, എന്റെ ഉമ്മാനെയും എന്റെ വാപ്പാനെയും കൊണ്ടുവാ പടച്ചോനെ ഇവിടത്തേക്ക്. ആ ഹദീസ് പൂർത്തിയാവുന്നത് പ്രിയമുള്ളവരെ, ലൗകാനു ഫിന്നാർ, ലൗകാനു ഫിന്നാർ, ആ മാതാപിതാക്കൾ നരകത്തിലായാൽ പോലും ആ മക്കളുടെ, ആ കുഞ്ഞിന്റെ, ആ പൈതലിന്റെ ആവശ്യം മാനിച്ചിട്ട് നരകത്തിലുള്ള മാതാപിതാക്കളെ പടച്ചറബേ സ്വർഗത്തിലേക്ക് മാറ്റി. ആ മക്കള് പറയാ, ഞങ്ങള് സ്വർഗത്തിൽ, ഞാൻ സ്വർഗത്തിൽ പോവില്ല, എന്റെ ഉമ്മാനി ഹാത്തി അബീ വ ഉമ്മി. നോക്കൂ പ്രിയമുള്ളവരെ, എത്ര പോരിശയാ, എത്ര മഹത്വമാ, എത്ര പദവിയാ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മക്കളെ. ഈ ശിക്ഷണം പ്രിയമുള്ളവരെ, ഈ ശിക്ഷണം സമൂഹത്തിൽ നൽകാൻ MGM അല്ലാതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, MGM അല്ലാതെ, MGM-നല്ലാതെ സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ ശാഖകളിൽ ഇത്തരം ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ
റമദാനിലാവട്ടെ, റമദാനിൽ നടത്തുന്ന തസ്കിയത്ത് ക്ലാസ്സുകളിലും മറ്റും ഈ ഒരു ക്യാപ്ഷൻ കൊടുക്കണം. ഇനി റമദാൻ കഴിഞ്ഞാലെങ്കിലും ഒരു 25 ആളുകളെ അവരവരുടെ ശാഖയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ബോധവൽക്കരണം. ഇതൊന്നും നമ്മെ നശിപ്പിക്കാനുള്ളതല്ല. അനുഗ്രഹീതമായ സദസ്സുകളെ നമുക്ക് അനുഗ്രഹീതമായി കണ്ടിട്ട് അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളും പടച്ചറപ്പ് സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ഇവിടെ ജീവിച്ചാൽ നാളെ പരലോകത്ത് യാ അല്ലാഹ് അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പ് നാഥാ നീ നമുക്ക് പൊറുത്തുതാ, വർഹംനാ ഇൻദൽ മൗത്ത്, മരണസമയം നാഥാ നീ എന്നോട് കരുണ കാണിക്കു തമ്പുരാനെ, വലാ തുഅസ്സിബ്നാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം നാഥാ നീ എന്നെ ശിക്ഷിക്കാനാക്കല്ല തമ്പുരാനെ, വലാ തുഹാസിബ്നാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നാഥാ നീ എന്നെ വിചാരണ ചെയ്യാനാക്കല്ല തമ്പുരാനെ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് ഈ നിലയിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് പടച്ച റബ്ബേ, എന്റെ അധ്വാനം കൊണ്ട് എന്റെ ആയുസ് കൊണ്ട് നാഥാ ഞാൻ ഈ MGM-ൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഈ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, ഇതിന്റെ ഒരു ചെറിയ അണിയാവാൻ സാധിച്ചതിന്റെ പേരിൽ ഈ നടത്തുന്ന എല്ലാ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകുന്നതോടൊപ്പം നമ്മുടെ അധ്വാനം, നമ്മുടെ എനർജി, നമ്മുടെ സമയം നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾക്ക് ബോധവൽക്കരണം നൽകിയിട്ട് മരിക്കുന്നത് വരെ അൽ മുഅ്മിനു യമൂതു ബി അർഖൽ ജബീൻ, ഒരു വിശ്വാസി നെറ്റി വിയർത്തിട്ട് പ്രിയമുള്ളവരെ അധ്വാനിച്ച് അങ്ങനെ കർമ്മനിരതരായിട്ട് യാ അല്ലാഹ് കർമ്മനിരതരായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് റഹ്മത്തിന്റെ മലായികകൾ നമ്മുടെ റൂഹിന് വേണ്ടി വടംവലി കുട്ടിയിട്ട് നമ്മെ ഖബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോഴേക്കും ഖബറിൽ നിന്ന് സ്വർഗത്തിന്റെ കവാടം തുറന്നു കിടക്കുന്ന രൂപത്തിൽ ഏറ്റവും വലിയ മുഅ്മിനും മുത്തഖിയുമായി സ്വർഗത്തിൽ നാളെ പ്രവേശിക്കാൻ നാഥാ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ പ്രവേശിക്കാൻ നീ നമ്മെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, എന്നും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് നീ സ്വീകരിക്കുന്നതാ. നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കുക തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, കേറിമുറിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, കോലം വികൃതമായി ദയനീയമായ നാളുകളോളം കിടന്ന് നരകിക്കുന്ന ജഹദുൽ ബലാ പോലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നീ നമ്മെ കാക്കണേ തമ്പുരാനെ. നാഥാ, താങ്ങാവുന്നതിലപ്പുറത്തുള്ള പരീക്ഷണങ്ങൾ നീ നമുക്ക് നൽകല്ല തമ്പുരാനെ. അള്ളാഹുവേ, നമ്മുടെ പരലോകം നീ നമുക്ക് നന്നാക്കി തരണമേ നാഥാ. എന്നും നിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചും മാതൃകയുള്ള ജീവിതം നയിക്കാൻ നീ വിധി കൂട്ട് തമ്പുരാനെ. നീ നമ്മെ അനുഗ്രഹിക്കുന്നതാ. അള്ളാഹ്, പരിശുദ്ധ റമളാൻ നമ്മുടെ അടുത്തെത്തി റഹ്മാനെ. റമളാൻ 1 റമളാൻ 30 സമാധാനത്തിന്റെ പെരുന്നാൾ, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലമൊക്കെ ഏറ്റുവാങ്ങാൻ ആഞ്ഞടിച്ച് വീശുന്ന കാറ്റുപോലെ അള്ളാഹുവിന്റെ റസൂൽ ധർമ്മം നൽകി. അതുപോലെ ധർമ്മം നൽകാൻ നമുക്ക് സമ്പത്തൊക്കെ നൽകി നീ നമ്മുടെ റമളാൻ അനുഗ്രഹീതമാക്കണേ നാഥാ. ആരെയും നീ ഇനിയൊരു മരണത്തിലേക്ക് തിരിച്ചു വിളിക്കല്ല തമ്പുരാനെ. ആഫിയത്തോടുകൂടി റമളാൻ ഉപയോഗപ്പെടുത്താനുള്ള ആഫിയത്തും ആയുസ്സും നാഥാ നീ നമുക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്ജിനാ മിനൻ നാർ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നാത്തുൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. റബ്ബന അഗ്ഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.